അതെ, നോക്കിയേ. ഇന്നത്തെ സ്പെഷ്യൽ എന്താന്നല്ലേ പറയാം കേട്ടോ. അപ്പം നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എടുത്താലോ. ഇന്നത്തെ സ്പെഷ്യൽ ഇത് റാഗിപ്പൊടി കേട്ടോ. അപ്പം ഇന്നത്തത് ഞാൻ കർണാടകയിൽ പോയപ്പം കഴിച്ചതാണ് കേട്ടോ. ഇത് അവിടെ അധിക വീടുകളിലും ഉണ്ടാവും. അപ്പം നമുക്ക് ഈ മുത്താറിയിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ഒരിത്തിരി വെള്ളം എടുത്തിട്ട് അതിലൊന്ന് നന്നായിട്ട് എന്താക്കുക, കലക്കി കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ കലക്കി കൊടുക്കാതെ ആ പൊടിയൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ആവുന്ന വരെ കഴുകി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ അടുപ്പിനെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മുത്താറിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, 1 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കണേ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള എന്താക്കണം, ഉപ്പും കൂടി ഇടണം കേട്ടോ. ഉപ്പിട്ട ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് മുത്താറിപ്പൊടി നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു 1 സ്പൂണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇടുന്ന മുത്താറി കട്ട പിടിക്കില്ല, ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്താൽ കേട്ടോ. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം നമ്മൾ 1 കപ്പ് മുത്താറി പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 2 മിനിറ്റോളം എന്താക്കുക, നമ്മളിത് പൊത്തി വയ്ക്കുക. എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ മേലത്തേക്ക്, മുത്താറി ഇട്ടതിൻ്റെ മേലത്തേക്ക് ഇത് കണ്ടില്ലേ ഫുള്ള് വെള്ളവും വന്നിട്ടുണ്ട്. അതിന് ശേഷം മാത്രം നമ്മൾക്ക് എന്താക്കി കൊടുത്താൽ മതി, ഇത് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ആ വെള്ളമൊക്കെ ഇങ്ങ് മേലത്തേക്ക് വന്ന ശേഷം നമുക്കിന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കൈ വയ്ക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കൈ വയ്ക്കാണ്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇത് ഇളക്കി കൊടുക്കുക ചെയ്യുന്നത്. ഞാനിതിന് മുത്താറി ബോള് എന്നാണ് പറയാറ്. അവിടെ പോയപ്പോൾ അവർ വേറെന്തോ പേരാട്ടോ പറഞ്ഞേ. ആ പേരൊന്നും എനിക്ക് ഓർമ്മയില്ലേ. പക്ഷെ അവിടെ ഒരുവിധം വീടുകളിലൊക്കെ ഈ മുത്താറി ബോൾ ഉണ്ടാക്കാറുണ്ട്. അവർ വൈകുന്നേരത്തെ ഭക്ഷണം ഇതാണ്. പിന്നെ ഹെൽത്തി ആയിട്ടാണ് അല്ലേ. ചെറിയ മക്കൾക്കും നമ്മളിപ്പം മുത്താറി തന്നെയാണ് കൊടുക്കാറ്. വലിയവർക്കും അതുപോലെ തന്നെ. ഇപ്പം പലവരും മുത്താറി വെച്ചിട്ടാണ് ഉണ്ടാക്കി കഴിക്കുന്നത് അല്ലേ. വൈകുന്നേരം മുത്താറി ഗോതമ്പൊക്കെ ഉപയോഗിച്ച് തന്നെ കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ വൈകുന്നേരത്തെ ഫുഡ് പരമാവധി ഒരു 6 മണിക്ക് കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഞാൻ 6 മണിക്കുള്ളിൽ കഴിച്ചാൽ പിന്നെ രാത്രി ഭക്ഷണം കഴിക്കില്ല കേട്ടോ. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കഴിച്ചാലേ ഉള്ളൂ. അല്ലാണ്ട് വീട്ടിൽ നിന്ന് ഞാൻ 6 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കും കേട്ടോ. അപ്പം ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് നമ്മൾ ഈ ചട്ടിയിൽ നിന്ന് ഇത് ഫുള്ളായിട്ട് വിട്ട് വരും, അതുവരെ ഇളക്കി കൊടുക്കണം. കൈക്ക് കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. നമ്മൾ എന്താ പറയുക, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം നന്നായിട്ട് ഞാനിത് ഇളക്കി കൊടുത്തിട്ട് 2 കൈയും പിടിച്ചിട്ട് വേണം. ഒരു കയ്യിൽ ഈ ചെമ്പ് ഉരുളി പിടിക്കണം, ഒരു കയ്യിൽ നമ്മളെ മൊബൈൽ എന്താ പറയുക ഇളക്കിയും കൊടുക്കണം. പക്ഷേ ഇതിപ്പോൾ എൻ്റെ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടാവുമ്പോൾ ഇത് വിട്ട് വരും കേട്ടോ. അപ്പം പിന്നെ മക്കൾക്ക്, പ്രത്യേകിച്ച് മക്കൾക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ, മുത്താറീൻ്റെത് ഉണ്ടാക്കി കൊടുക്കുക. ഉണ്ടാക്കി കൊടുക്കുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, എല്ലാ ദിവസവും ഒരേ രീതിയിലുള്ള തന്നെ ഉണ്ടാക്കി കൊടുക്കല്ലേ. ഞാൻ മുത്താറീൻ്റെ പലതരം വീഡിയോ ഞാനിതിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ തന്നെ. അപ്പം നമുക്ക് ഒരേ ഭക്ഷണം തന്നെ എല്ലാ ദിവസവും ആകുമ്പോൾ അവർക്കൊരു മടുപ്പ് വരും. അപ്പം പല രീതിയിൽ മുത്താറീനെ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുക. ചെറിയ മക്കളെല്ലാം ഉള്ളവർക്ക് ഒരു ദിവസം ഒരു നേരമെങ്കിലും മുത്താറി കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നല്ലതാണ്. വലിയവർക്കും അതെ കഴിക്കുക. മുത്താറി ആയിക്കോട്ടെ, നല്ല ഫുഡ് ഇതാട്ടോ. അപ്പം നന്നായിട്ട് ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ പാത്രത്തിൽ നിന്ന് ഇളകി ഇങ്ങ് വരണം. അപ്പം ഞാനിത് നന്നായിട്ട് കുറേ നേരം ഇളക്കി എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇടയ്ക്കൊന്ന് ഫോൺ ഓഫാക്കിയിട്ട് ഇത് 2 കൈയും കൊണ്ട് പിടിച്ചിട്ട്, അതായത് ഒരു കയ്യിൽ പാത്രം പിടിച്ച് ഒരു കയ്യിൽ ഇത് വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുത്ത് കണ്ടില്ലേ ഇതുപോലെ. അപ്പം മുത്താറി ഇതുപോലെ ആക്കിയിട്ട് ചൂടോടെ തന്നെ ഉണ്ട പിടിക്കണം. അതിൻ്റെ മേലെ ഞാൻ 1 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചൂടോടെ, അപ്പം ചൂട് കയ്യിൽ ഇതാവാണ്ടിരിക്കാൻ എന്താക്കണം, നമ്മളെ കൈ ഇടയ്ക്കൊന്ന് നനച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നനച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ എന്താക്കണം, ചൂടോടെ തന്നെ ഇതിൻ്റെ ഉണ്ട പിടിച്ചെടുക്കണം കേട്ടോ. അതുകൊണ്ട് കുറച്ച് 1 സ്പൂൺ നെയ്യാക്കിയിട്ട് വേണം ഇതുപോലെ ഒന്ന് ഇതാക്കിയിട്ട് ഉണ്ട പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കൈ ചൂടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താക്കുന്ന, പച്ചവെള്ളത്തിൽ കുത്തി കൊടുക്കണം കേട്ടോ. അപ്പം അതിങ്ങനെ ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ ഇത് പിടിച്ചാൽ മതി, കൈ നനച്ചാൽ മതി. അപ്പം നമുക്ക് എന്താക്കാം, ഇത് ചൂടോടെ തന്നെ ഉണ്ട പിടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് കയ്യിലൊന്നും എന്തോ കണ്ടില്ലേ, മുത്താറീൻ്റെ ഇത് പിടിക്കുകയൊന്നുമില്ല. അപ്പം നമുക്കിത് നന്നായിട്ട് എന്താക്കണം, പിന്നെ ബോൾ പിടിച്ചെടുക്കണം കേട്ടോ.
അപ്പം ചൂടോടെ തന്നെ കയ്യിലെടുത്തിട്ട് നമുക്ക് ബോൾ പിടിച്ചു കൊടുക്കുക. അപ്പോൾ എന്താക്കണം, ഇങ്ങനെ ബോൾ പിടിക്കുമ്പോൾ ഈ രണ്ട് കൈയും ഒന്ന് നനച്ച് കൊടുക്കണം. കുറേ നനയ്ക്കരുത്, ഒന്ന് നനച്ചിട്ട് അത് ഇതപ്പുറം ഇപ്പുറം ഇതാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കയ്യിൽ ചൂട് തട്ടൂല. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് പറയാൻ കാരണം ഫസ്റ്റ് ഞാനത് പറയാൻ വിട്ടുപോയി. നമ്മൾ ഒരു സ്പൂണ് മുത്താറി കലക്കിയിട്ട് വെള്ളത്തിൽ ഒഴിച്ചിട്ട് അത് തിളപ്പിച്ചെടുക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ആ തിളച്ച വെള്ളത്തിലേക്കാണല്ലോ നമ്മൾ മുത്താറി ഇടുന്നത്. അപ്പോൾ ഈ മുത്താറി ഇങ്ങനെ ഉണ്ട പിടിച്ചാൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും കേട്ടോ. അത് ആദ്യം ഞാൻ പറയാൻ വിട്ടുപോയേ. അപ്പം നമുക്കിത് നന്നായി ഇപ്പം കുറച്ച് നേരം ഇങ്ങനെ ബോൾ പിടിച്ച് കഴിഞ്ഞപ്പോൾ അതൊന്ന് ചൂടൊക്കെ നമ്മളെ കയ്യിൽ റെഡിയായി കേട്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെ ബോൾ പിടിക്കണം. അപ്പം മുത്താറീൻ്റെ എല്ലാ രീതിയിലുള്ള ഫുഡും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. എനിക്ക് ഇതിൽ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ ലാസ്റ്റ് ഇട്ട വീഡിയോ മുത്താറീനെ കൊണ്ട്. പക്ഷേ അതിൽ ഉഴുന്നും പച്ചരിയൊക്കെ ചേർക്കുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇഡ്ഡലിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് പ്രത്യേകിച്ച് ഞാൻ ഉലുവച്ചീര ചട്നിയൊക്കെ ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് എന്താക്കാം, ഇതെല്ലാം ബോൾ പിടിച്ചെടുക്കാം കേട്ടോ. ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ 3 ബോളാണ് ഉണ്ടാക്കുക. ഞാൻ, റിഹാൻ, റയാൻ. അപ്പം 3 ബോളായിട്ട് ഉണ്ടാക്കുക. ഭക്ഷണമൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് എന്താ പറയുക, കളയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കത്തില്ല, പാകത്തിനുള്ളേ ഉണ്ടാക്കത്തുള്ളൂ. കാരണം മുത്താറിയൊന്നും പൂച്ചയ്ക്കൊന്നും കൊടുത്താൽ പൂച്ചയൊന്നും കഴിക്കത്തില്ല കേട്ടോ. അവർക്ക് എൻ്റെ ഇവിടുത്തെ പൂച്ചയ്ക്കുണ്ടല്ലോ ചിപ്സ്, മിച്ചറ്, ബിങ്കോ, മുട്ടായി ഐറ്റംസ്, അതായത് ചോക്ലേറ്റ്, ഡയറി മിൽക്കൊക്കെ പറ്റുള്ളൂ എൻ്റെ സിംബയ്ക്ക്. അപ്പം ഞാനിത് പിന്നെ ബോൾ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ബോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് വേണ്ട ചമ്മന്തിയും കൂടി ഉണ്ടാക്കാം കേട്ടോ. ഇതിന് വേണ്ട സാധനങ്ങൾ വറ്റൽമുളക്, തേങ്ങ, ചെറിയ ഉള്ളി, ഇതിന്നാൾ ഉണ്ടാക്കിയ പപ്പട കേട്ടോ. ഇത്രയും സാധനമാണ്. ഇനി അടുപ്പിനേക്ക് ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം വറ്റൽമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനൊരു 5ഓളം വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഇത് നന്നായിട്ട് എന്താക്കണം, ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. നമുക്ക് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് എന്താക്കണം, ഇത് ചമ്മന്തി അരയ്ക്കണം അല്ലേ. പപ്പടം ഞാൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാട്ടോ. അപ്പോൾ അതിൽ വറ്റൽമുളകിൻ്റെ കൂടെ ഞാൻ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പും കൂട്ടിയിട്ട് എന്താക്കണം, അരയ്ക്കണം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എന്താക്കണം എന്ന് വെച്ചാൽ ആ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചമ്മന്തിക്ക് പ്രത്യേക ടേസ്റ്റ് കേട്ടോ. വേറൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. വറ്റൽമുളക്, നമ്മളെ ചെറിയ ഉള്ളി, പിന്നെ ഇതാ ഉപ്പ് എല്ലാം കൂടി ഇട്ട് ചൂടാക്കിയ ശേഷം ഇത് ഞാൻ എന്താക്കുക, ഒന്നെങ്കിൽ നമുക്ക് എന്താക്കുക അമ്മിയിൽ അരച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കുക, അത് നിങ്ങളെ ഇഷ്ടം. അപ്പോൾ ഇത് ഞാൻ ഇന്ന് മിക്സിയിൽ അരയ്ക്കുന്നത്. ഇന്ന് പുറത്ത് കുറേ പണിയുണ്ടായി, അതുകൊണ്ട് ഇന്ന് അമ്മീൻ്റെ അടുത്ത് പോകാനൊന്നും വയ്യ. അപ്പോൾ ഈ തേങ്ങയെല്ലാം നന്നായിട്ട് എന്താക്കുക, ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം ഇതെല്ലാം ഈ എണ്ണയൊക്കെ ഇടുന്നിട്ട് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ കല്ലിലായാലും മിക്സിയിലായാലും നമുക്കിതാണ്ട് ഇതുപോലെ ഒന്ന് ചമ്മന്തി പൊടിച്ചെടുക്കുക. കണ്ടില്ല, അടിപൊളി ചമ്മന്തി റെഡി. ഇനി ഇതാ ഞാൻ പപ്പടവും ഇതാക്കിയിട്ടുണ്ട്. പപ്പടം ഇനി ഈ ചമ്മന്തിയിലേക്ക് ഞാൻ പൊടിച്ചിടുക കേട്ടോ. ഞാൻ ഇത് വീട്ടിലുണ്ടാക്കിയ പപ്പടമാണ്. നിങ്ങൾക്ക് നിങ്ങളെ സാധാരണ പപ്പടം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ ചമ്മന്തിയിലേക്ക് പൊടിച്ചിടുക. ഇതാണ് അതിൻ്റെ എന്താ പറയുക, നമ്മളെ മുത്താറി ബോളിൻ്റെ സൈഡിൽ, അതായത് അതിന് കൂട്ടി കഴിക്കുന്ന ചമ്മന്തി ഇതാട്ടോ. അപ്പോൾ ഇതാണ്ട് ആയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അച്ചാർ നമ്മളെ എന്താ പറയുക, ഈത്തപ്പഴ അച്ചാർ കേട്ടോ. അപ്പം നമുക്കിതൊക്കെ വെച്ചിട്ട് ഇതൊന്ന് കഴിച്ച് നോക്കിയാലോ. നല്ല ടേസ്റ്റ് ആ ചമ്മന്തിയും ഈ മുത്താറി ബോളും. ഇതുപോലെ ഇങ്ങനെ എടുക്കുക, ഇത് ഇങ്ങനെ കുറച്ച് എടുക്കുക, എന്നിട്ട് ഇതുണ്ടെന്ന് ഇതുപോലെ എടുക്കുക, കഴിക്കുക, അത്ര തന്നെ. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടോ ഇത് ഇരിക്കുന്നത്. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ട് റയാനാട്ടോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റയാൻ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്.